രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സജ്ജമെന്ന് കെപിസിസി വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. ഇൻകാസ് ഷാർജയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സജ്ജമാണെന്ന് കെപിസിസി വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞു. ഇൻകാസ് ഷാർജയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസും ഇന്ത്യ സഖ്യവും വലിയ രീതിയിലുള്ള തിരിച്ചുവരവിന്റെ പാതയിലാണ്. വരാനിരിക്കുന്ന ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം അത് തെളിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ പ്രത്യയ ശാസ്ത്രച്യുതി സംഭവിച്ച അഴിമതിക്കാരുടെ കൂടാരമായി CPM-ഉം അവർ നേതൃത്വം നൽകുന്ന സർക്കാരും മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇൻകാസ് നമ്മുടെ നാടിനായി നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻകാസ് ഷാർജ പ്രസിഡന്റ് KM അബ്ദുൽ മനാഫ് അധ്യക്ഷത വഹിച്ചു. ഇൻകാസ് ഷാർജ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A റഹീം, UAE കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് TA രവീന്ദ്രൻ, ജനറൽ സെക്രട്ടറി SM ജാബിൽ, ട്രഷറർ ബിജു എബ്രാഹിം, മുൻ ജനറൽ സെക്രട്ടറി V നാരായണൻ നായർ, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ, ഷാർജ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് രജ്ഞൻ ജേക്കബ്, ജനറൽ സെക്രട്ടറിമാരായ നവാസ് തേക്കട, P ഷാജിലാൽ, ട്രഷറർ റോയ് മാത്യു എന്നിവർ സംസാരിച്ചു. ഇൻകാസിന്റെ ഷാർജയിൽ നിന്നുള്ള മറ്റു കേന്ദ്ര സംസ്ഥാന ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.